ഫിഫ വേൾഡ് കപ്പിന്റെ ഓരോ ടീമുകളുടെയും അനലൈസിസ് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് ദിവസങ്ങളായിട്ട്. ഇന്നിപ്പോ നാലാമത്തെ ദിവസമാണ്. നാലാമത്തെ ടീമിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഡച്ച് ടീമിന്റെ 26 അംഗ സ്ക്വാഡിനെയാണ്. നമുക്കറിയാം, ഡച്ച് ടീം 3 വട്ടം ഫൈനലിലെത്തി തോറ്റൊരു ടീമാണ്. ഒരു വേൾഡ് കപ്പ് പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഡച്ച് ടീം. പക്ഷെ അവർ 3 വട്ടം ഫൈനലിലെത്തി കീഴടങ്ങിയവരാണ്. സ്പെയിനിനൊപ്പം 2010 അവസാനം 1-0 അവർ കീഴടങ്ങിയത്. അപ്പോ അതിനുശേഷം ഇപ്പൊ അവര് തലമുറ നല്ലൊരു ടീമാണ് ഈ വട്ടം അവർ വരുന്നത്. ഈ വട്ടം അവർക്ക് നല്ലൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ വട്ടം അർജന്റീനയുടെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റിട്ടാണ് അവർ പുറത്തായത്. അതുകൊണ്ട് തന്നെ ഈ വട്ടം അവർക്ക് കപ്പ് കിട്ടാൻ വരെ ചാൻസ് ഉണ്ടെന്ന് പ്രവചിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. ജർമ്മൻ ഫുട്ബോൾ അനലിസ്റ്റ് ഒരാൾ പ്രവചിച്ചിരിക്കുന്നത്, എന്താ പറയാ, ഈ വട്ടത്തെ കപ്പ് ഡച്ച് ടീം കൊണ്ടുപോകുന്നതാണ്. എനിവേ, അവർ കോച്ചിനെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. ഡൊണാൾഡ് കൂമാനാണ് അവരുടെ കോച്ച്. നമുക്കറിയാം, ബാർസലോണയുടെ മുൻ കോച്ചൊക്കെയാണ്. ഡച്ചുകാരൻ തന്നെയാണ്. താരത്തിന് വ്യക്തമായ ഓരോ പ്ലേയേഴ്സിനെ കുറിച്ച് അറിയാം. അവരുടെ ലോക്കൽ ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സ് വെച്ച് ഡച്ച് ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. എല്ലാ പ്ലേയേഴ്സിനും കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ആ 26 അംഗ സ്ക്വാഡ് കറക്റ്റ് പ്രഡിക്റ്റബിൾ സ്ക്വാഡാണ് ആൾ എടുത്തേക്കണത്. ആള് 2-3 കൊല്ലമായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടുവന്നേക്കണ അവസാനം 26 അംഗ സ്ക്വാഡാണ്. അപ്പൊ പുള്ളിക്ക് കറക്റ്റ് കാൽക്കുലേഷൻസ് ഉണ്ട് ആരൊക്കെ എവിടെ കളിപ്പിക്കണമെന്ന്. അപ്പൊ നമുക്ക് അവരെ സ്ക്വാഡ് അനലൈസ് ചെയ്യാം. നമുക്ക് അടുത്തതായിട്ട് ആദ്യം തന്നെ അവരെ ഗോൾ കീപ്പർമാർ ആരാ നോക്കാം. ഫസ്റ്റ് ഗോൾ കീപ്പറിനായിട്ട് വെർബ്രുഗനാണുള്ളത്. വെർബ്രുഗൻ ബ്രൈറ്റന്റെ ഗോൾ കീപ്പറാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 10 ക്ലീൻ ഷീറ്റ് ഈ സീസണിൽ നേടിയ ഒരു ഗോൾ കീപ്പറാണ്. അത്യുജ്വലമായ പെർഫോമൻസ്. ഡേവിഡ് റൈക്ക് ശേഷം നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു ഗോൾ കീപ്പർ കൂടിയാണ്. പുള്ളിക്ക് സബ്ബായിട്ടുള്ളത് മാർക്ക് ഫ്ലക്കനാണ്. ബയർ ലെവർകൂസന്റെ ഗോൾ കീപ്പറാണ്. അപ്പൊ ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ജർമ്മൻ ലീഗിൽ സെക്കൻഡ് പൊസിഷനിൽ ഫിനിഷ് ചെയ്താണ് ബയർ ലെവർകൂസൻ. അപ്പം താരാണ് സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ടുള്ളത്. തേർഡ് റോബിൻ റൂഫ്സ്. ഇങ്ങനെ 3 ഗോൾ കീപ്പർമാരാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഗോൾ കീപ്പർ സെക്ഷൻ എനിവേ സേഫ് സോൺ. ഇനി നമ്മൾ ലെഫ്റ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ മിക്കി വാൻ ഡിവൻ ടോട്ടനത്തിന്റെ താരാണ്. നല്ലൊരു സീസൺ ആയിരുന്നില്ല ടോട്ടനത്തിന്. പുള്ളിയും പരിക്കിന്റെ ചെറിയ പിടിയിലേക്കായിരുന്നു. പക്ഷെ പുള്ളി ഇപ്പോ അറിയാം, കളിച്ചു കഴിഞ്ഞാൽ ഡച്ച് ടീമിന് വേണ്ടി കളിക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു പ്ലെയറാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഡച്ച് ടീമിന് വേണ്ടി കളിക്കുമ്പോൾ. അപ്പൊ താരത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് കൂമാനി വട്ടവും. നല്ല വിങ്ങികളിലൂടെ ഓടിക്കയറുന്ന ഒരു താരാണ്. വേഗതയുള്ള ഒരു താരാണ്. അദ്ദേഹത്തിന് സബ്ബായിട്ട് നാഥനൊക്കെ ചിലപ്പോൾ അക്കയായിരിക്കും ഫസ്റ്റ് ലെവലിൽ വരെ. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയിലെ സൂപ്പർ താരാണ് അക്കെ. ലെഫ്റ്റ് ബാക്ക് അക്കയ്ക്ക് സെൻട്രൽ ബാക്ക് ആയിട്ട് കളിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ മൾട്ടി ടാലന്റ് ആണ്. ലെഫ്റ്റ് ബാക്ക് ഓർ സെൻട്രൽ ബാക്ക് എവിടെ വേണേലും അക്കേനെ യൂസ് ചെയ്യാം. ഇനി റൈറ്റ് ബാക്കിൽ വരുന്നത് ഡെൻസൺ ഡംഫ്രീസ്. പറയേണ്ട ആവശ്യമില്ല. ഇന്റർ മിലാൻ ഈ വട്ട ചാമ്പ്യന്മാരെ ഇറ്റാലിയൻ ലീഗിൽ ഇന്റർ മിലാന്റെ സൂപ്പർ റൈറ്റ് ബാക്ക്. ബാർസലോണ വരെ റയൽ മാഡ്രിഡ് വരെ സൈൻ ചെയ്യാൻ നോക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലെയറാണ്. പേഴ്സണൽ ടൈംസ് ഒക്കെ കോൺട്രാക്ട് ഒപ്പിട്ടു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല, ഒഫീഷ്യൽ ആയിട്ടില്ല. അപ്പോൾ ഡെംഫ്രീസ് അദ്ദേഹം സൂപ്പർ കളിക്കാരാണ്, സംശയമില്ല. അദ്ദേഹത്തെ സബായിട്ട് മാക്സ് വീഫർ ഉണ്ട്. മാക്സ് വീഫർ നമ്മൾ പറഞ്ഞ പോലെ വീണ്ടും ബ്രൈറ്റന്റെ ഒരു താരം തന്നെയാണ് മാക്സ് വീഫർ. അപ്പോൾ അദ്ദേഹത്തിന് സബ് കറക്റ്റ് നല്ലൊരു ആളെ കിട്ടിയിട്ടുണ്ട്. ഇനി സെൻട്രൽ ബാക്ക്, ലോകത്തിലെ മികച്ച സെൻട്രൽ ബാക്കുകളിൽ ഒരാളായ വാൻ ഡൈക്ക്, ലിവർപൂളിന്റെ താര നയിക്കുന്ന സെൻട്രൽ ബാക്ക് തന്നെയാണ്. താരത്തിന് കൂട്ടായിട്ട് എന്താ പറയാ, ജൂലിയൻ ടിംബർ വരാൻ ചാൻസ് കൂടുതലാണ്. ടിംബർ ഈ പറഞ്ഞ പോലെ റൈറ്റ് ബാക്കും കളിക്കും സെൻട്രൽ ബാക്കും കളിക്കും. ആർസണലിന്റെ മികച്ച ഒരു കളിക്കാരനാണ് ജൂലിയൻ ടിംബർ. ഇനി വേറൊരു ഓപ്ഷൻസ് ഉള്ളത് വാൻ ഹെക്കെ സൂപ്പർ പ്ലെയർ. അദ്ദേഹം പറഞ്ഞ പോലെ ബ്രൈറ്റന്റെ ഒരു സൂപ്പർ പ്ലെയറാണ്. ഈ വട്ടം ബ്രൈറ്റൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടത്തിയ തേരോട്ടം നമുക്കറിയാം. അതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു പ്ലെയറാണ്. അദ്ദേഹത്തിന് ഒരു സബും കൂടി ഉണ്ട്, ജെറാദൻ ഹെറ്റോ. ചെൽസി പ്ലെയറാണ് ഹെറ്റോ. ചെൽസിക്ക് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഈ സീസണിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. ചെൽസിയിലെ ഓഫ് സീസൺ ആണെങ്കിലും താരം നല്ല പെർഫോമൻസ് ആണ് മൊത്തത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മിഡ്ഫീൽഡിലേക്ക് പോയേന്. മിഡ്ഫീൽഡ് ആണ് ഈ വട്ടം ഡച്ച് ടീമിനെ തീരുമാനിക്കുക. അവരെ എവിടെ വരെ പോകും ലോകകപ്പിലും. അതിനു മുന്നേ ആ മിഡ്ഫീൽഡിനെ നയിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, അവർ എക്സ്പീരിയൻസ്ഡ് മിഡ്ഫീൽഡർ ഫ്രങ്കി ഡിയോ. ബാർസലോണയുടെ മിഡ്ഫീൽഡർ കൂടിയാണ്. താരം മികച്ച ഫോമിലാണ് ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താരത്തിലാണ് ഭയങ്കരമായി പ്രതീക്ഷ ഡച്ച് ടീം വെച്ച് പുലർത്തുന്നത്. പിന്നെ നമുക്കറിയാം, ക്വിന്റൻ ടിംബർ അതുപോലെ തന്നെ കോപ്പമേനിയസ്, ഈ 2 താരങ്ങൾ കൂടിയും മിഡില് സഹായത്തിനായിട്ടുണ്ട്. കോപ്പമേനിയസ് ഒക്കെ ഈ യുവന്റസിന് വേണ്ടി സീസണിൽ 10 ഗോളുകൾ നേടിയ ഒരു താരമാണ്. യുവന്റസിന്റെ ടോപ്പ് പ്ലെയർ ആണ്. അപ്പൊ താരം കൂടി ചേരുമ്പോൾ എന്താ പറയാ, ടച്ചിന്റെ മിഡ് സൂപ്പർ ആയിരിക്കും. ഇനിയുണ്ട് മിഡ്ഫീൽഡേഴ്സ്. ഒന്ന് നാവൻബെർഗ് ആണ്. താരവും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഗുഡ് ക്വാളിറ്റി മിഡ്ഫീൽഡ് പ്ലെയർ ആണ്. നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് കളിക്കാൻ കഴിവുള്ള പ്ലെയർ ആണ്. പിന്നെ മാർട്ടിൻ ഡെറോനെ കുറിച്ച് ഞാൻ പിന്നെ അയാക്സ് പ്ലെയർ ആണ്, ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. സെറ്റ് പ്ലെയർ ആണ്. നല്ല രീതിയിൽ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പ്ലെയർ കൂടിയാണ്. ഇനി 3 പേരും കൂടി ഉണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട്. ഒന്ന് ജസ്റ്റിൻ ക്ലുവേറ്റ്. ക്ലുവേറ്റ് ഈ സീസണിൽ നല്ല രീതിയിൽ
റോമയ്ക്ക് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് ക്ലൂവൈറ്റ്. നമുക്കറിയാം ക്ലൂവൈറ്റിന്റെ സാന്നിധ്യം തന്നെ ടീമിന് നൽകുന്ന ഒരു അറ്റാക്കിംഗ് മിഡിൽ ഭയങ്കര ഒരു ഹൈപ്പാണ് നൽകുന്നത്. ഒപ്പം തന്നെ ഏഹ്, റീൻ റീംബേഴ്സ് റീംബേഴ്സ് എന്ന് പറഞ്ഞ ഒരു കളിക്കാരൻ കൂടിയുണ്ട്. താരത്തെ എന്താ പറയുക, അധികം ആൾക്കാർക്ക് അറിയില്ല, പക്ഷെ താരം മികച്ചൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കൂടിയാണ്. പിന്നെ ഗസ്റ്റി അപ്രതീക്ഷിത ഒരു താരമാണ് 26 സ്കോറിലാണ് പിടിച്ചത്. താരം മികച്ച ഫോമിലാണ് ഈ സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഫോർവേഡ്, അതാണ് അവർ ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഒരു ഭാഗം. വേറെ ഭാഗം എന്ന് പറയുന്നത് ഫോർവേഡ് ആണ്. ഫോർവേഡിൽ നമുക്ക് പരീക്ഷിക്കാം. സെന്റർ ഫോർവേഡിൽ അവർക്കുള്ളത് മെംഫിസ് ഡിപേ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഡച്ച് ഫുട്ബോൾ ടീമിന് വേണ്ടി നേടിയിട്ടുള്ള ഒരു താരമാണ്. 56 ഗോളുകൾ. താരം ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ കൊറിന്തിയസിന് നമ്പർ 9 സ്ട്രൈക്കറായിട്ട് കളിക്കുന്നു. താരം തന്നെയായിരിക്കും ഇവിടെ നമ്പർ 10 റോള് കളിക്കുക, അല്ലെങ്കിൽ നമ്പർ 9 സ്ട്രൈക്കറായിട്ട് ഡച്ച് ടീമിന് വേണ്ടി കളിക്കുക. പിന്നെ ബ്രയാൻ ബ്രോബി, അദ്ദേഹം അയാക്സ് പ്ലെയർ സെപ്പറേറ്റ് ഉണ്ട്. ഒപ്പം തന്നെ വൗട്ട് വെർബോസ്റ്റ്. അങ്ങനെ 3 താരങ്ങളാണ് നമ്പർ 9 പൊസിഷനിൽ കളിക്കുന്നത്. എന്തായാലും ഇവർ രണ്ടുപേര് ഫസ്റ്റ് 11 എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി റൈറ്റ് വിങ് ഫോർവേഡിലാണെങ്കിൽ ഡോണിൻ മലേനും സമർവിൽ നമുക്കറിയാം, സണ്ടർലാൻഡിന്റെ സൂപ്പർ പ്ലെയർ ആണ് ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. അപ്പൊ താരം അവരാണ് റൈറ്റ് വിങ്. ഇനി ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ കോഡി ഗാപ്കോ, ലിവർപൂളിന്റെ മികച്ചൊരു താരം. ലിവർപൂളിൽ ഈ സീസണിൽ ഓഫ് സീസൺ ആണെങ്കിലും ഏറ്റവും നന്നായി കളിക്കുന്ന ഒരു താരമാണ് ഗാപ്കോ. അപ്പോൾ ഗാപ്കോ ആണ് ലെഫ്റ്റ് വിങ് ഫോർവേഡിലുള്ളത്. ഒപ്പം തന്നെ നോവാല. ഇവരടങ്ങുന്ന 26 സ്കോഡാണ് ഡച്ച് ടീം ഈ വട്ടം വരുന്നത്. എന്തായാലും ഈ വട്ടം അവർക്ക് ചിലതൊക്കെ തെളിയിക്കാനുണ്ട്. ഫിഫ വേൾഡ് കപ്പിൽ 3 ഫൈനലുകൾ തോറ്റതിന്റെ വിഷമം ഈ വട്ടം അവർക്ക് തീർക്കാനുണ്ട്. കൂമാനും സംഘവും എന്തായാലും രണ്ടും കളിപ്പിച്ചാണ് വരുന്നത്. നമുക്ക് നോക്കാം എവിടെ വരെ അവർ പോകുമെന്ന്.